നമ്മൾ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് അമ്പലങ്ങളിലൊക്കെ തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ വഴിപാടുകൾക്കായിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ലോങ് ക്യൂ ആയിരിക്കും നിൽക്കേണ്ടി വരിക ദർശനത്തിനാണെങ്കിലും. ചില സ്ഥലങ്ങളിലൊക്കെ സ്പെഷ്യൽ ദർശനം ക്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പം നമ്മൾ ലോങ് ക്യൂവിൽ പെട്ടു പോകുമ്പോൾ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുന്നതായിരിക്കും. കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നാപ്പി ചേഞ്ച് ചെയ്തിരിക്കണം. കാരണം ശുദ്ധി പ്രശ്നങ്ങൾ കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ട്, ഒരുപാട് ഭംഗിക്ക് വേണ്ടി കുത്തി കയറുന്ന ടൈപ്പ് ആഡംബരമായിട്ടുള്ള ഒരുപാട് ലേസ് ഒക്കെ ഉള്ള കുത്തി കയറുന്ന ടൈപ്പ് ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഒരു കോടിമുണ്ട കൊടുത്ത് കുഞ്ഞിന് വായുസഞ്ചാരമായിട്ട് വേദനിക്കാത്ത, ഇറുകാത്ത, ചൂടെടുക്കാത്ത ടൈപ്പ് ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കഴിവതും കുഞ്ഞിനെ ഫീഡ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഫീഡിംഗ് റൂംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. വെള്ളം ധാരാളമായിട്ട് കുടിപ്പിക്കുക. മറ്റ് വെള്ളം കുടിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആവിച്ച് വേർക്കുന്നത് കൊണ്ട് കയ്യിലൊരു വിഷറിയോ എന്തെങ്കിലും കുഞ്ഞിന് വീശി കൊടുക്കാൻ പാകത്തിന് കയ്യിൽ കരുതുക. എക്സ്ട്രാ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ബിക്കോസ് അമ്മയും തലകറങ്ങി വീഴാതിരിക്കാനുള്ള എക്സ്ട്രാ ബോട്ടിൽസ് ഓഫ് വാട്ടർ കരുതുകയും ചെയ്യുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കഴിവതും തീരെ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്പലങ്ങളിൽ ദർശനത്തിന് പോകാതിരിക്കുക. വീക്കെൻഡ്സ്, ഹോളിഡേയ്സ് പോകാതിരിക്കുക. ഇട ദിവസങ്ങളിലാകുമ്പോൾ തിരക്ക് കുറവായിരിക്കും, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തൊഴാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഇട്ടിട്ട്, ബിക്കോസ് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമുക്കറിയില്ല, കയ്യിൽ ഉള്ള വളകൾ, അരഞ്ഞാണം പോലത്തെ സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ സുരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.